മുത്ത് നബിയുടെ 10 പ്രത്യേകതകൾ, മറ്റു നബിമാർക്കില്ലാത്ത 10 പ്രത്യേകതകൾ ആരെങ്കിലും ബൈഹാർട്ടാക്കിയാൽ, അത് എഴുതിയ കടലാസ് സൂക്ഷിച്ചാൽ, ഹാദിഹിൽ ഖസാഇസു, ശേഷം പറയാൻ പോകുന്ന 10 പ്രത്യേകതകൾ നീ മനഃപ്പാടമാക്കുക, ബൈഹാർട്ടാക്കുക, അല്ലെങ്കിൽ അത് എഴുതിയ കടലാസ് നീ സൂക്ഷിക്കുക. തകുൻ ആമിന, നീ പേടിക്കണ്ട, നീ നിർഭയത്വമുള്ളവനാണ്. മിൻ ശർരി നാരിൻ, എല്ലാ തീപിടുത്തത്തിൽ നിന്നും. വസുറാഖിൻ, കള്ളൻ്റെ കൊള്ളക്കാരുടെ ശല്യത്തിൽ നിന്നും. വമിൻ മിഹനി, എല്ലാ ചതി വഞ്ചനയിൽ നിന്നും രക്ഷ ലഭിക്കാൻ, രക്ഷ കിട്ടാൻ പറ്റിയ വിശിഷ്ട മുത്തുനബിയുടെ 10 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത, ലം യഹ്തലിം ഖത്തു തഹാ മുത്ലഖൻ അബദ. സാധാരണ സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന സ്വപ്നസ്ഖലനം മുത്തുനബിക്കില്ല. 2, വമാ തസാബ അസ്ലൻ ഫീ മദസ്സമനി. ജീവിതത്തിൽ കോട്ടുവായ ഇടുമ്പോൾ ഇടത്തെ കൈയിൻ്റെ പുറംഭാഗം വെച്ച് ഫസ്തഇദ് ബില്ലാ, കോട്ടുവായും പിശാജിൻ്റെ അമലാണ്. സ്വപ്നസ്ഖലനവും പിശാജിൻ്റെ അമലാണ്, മുത്തുനബിക്ക് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ പ്രത്യേകത, മിൻഹുദ്ദവാബു ഫലം തഹ്റുബ്. ഏത് വന്യജീവികളും പിടിമൃഗങ്ങളും നബിയിൽ നിന്ന് ഓടിപ്പോവുകയില്ല. നബിക്ക് വണങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം, കീഴ്പ്പെടും, നബിയെ അനുസരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ പ്രത്യേകത, വമാ വഖഅത് ദുബാബത്തുൻ അബദൻ ഫീ ജിസ്മിഹിൽ ഹസനി. പുണ്യ ശരീരത്തിൽ ഈച്ച പറ്റിയിട്ടില്ല. ഈച്ച മാത്രമല്ല, വണ്ടോ പ്രാണിയോ കൊതുകോ ഒന്നും, മൂട്ടയോ ഒന്നും അവിടുത്തെ പുണ്യ ശരീരത്തിലെ വിയർപ്പ് സ്വർഗത്തിലെ അത്തർ, അഥവാ അത് വിയർപ്പിന് അത്രയും മിസ്കിനേക്കാൾ സ്മെല്ലുള്ള ആ വിയർപ്പ് ആ പുണ്യ ശരീരത്തിൽ ഈച്ച പറ്റിയിട്ടില്ല. അഞ്ചാമത്തെ പ്രത്യേകത, ബിഖൽഫിഹി കഅമാമിൻ റുയത്തുൻ സബതത്. ഫ്രണ്ട് കാണും പോലെ തന്നെ ബേക്കും കാണാനുള്ള കഴിവ്. അതല്ലേ ഹദീസിൽ കാണാം, ഇന്നി അറാ ഖുശൂഅക്കും, നിങ്ങളെ മനസ്സിൽ ഒളിച്ചു വെച്ച അള്ളാഹുമായിട്ടുള്ള ഭക്തി പോലും ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പ് കാണും പോലെ തന്നെ പിമ്പും കാണാൻ കഴിവുള്ള ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തെ പ്രത്യേകത, വലാ യുറാ ളില്ലുഹു ഫി ശംസി ദു ഫിത്നി. ഓ ബുദ്ധിയുള്ള മനുഷ്യ, ഏതൊരു വസ്തുവിനും നിഴലുണ്ടാകും, പക്ഷേ അവിടുത്തേക്ക് നിഴലില്ല. ആറാമത്തെ പ്രത്യേകത. ഏഴാമത്തെ പ്രത്യേകത, വഖൽബുഹു ലം യനം വൽ ഐനു ഖദ് നഇസത്. അവിടുന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ കണ്ണ് ചിമ്മിയാലും കൽബ് ഉറങ്ങാത്ത നേതാവ്. ഒരു സെക്കൻഡ് പോലും അള്ളാഹുമായിട്ടുള്ള ആ ചിന്തയിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. സാധാരണ നമ്മൾ ഉറങ്ങിയാൽ പല ദുസ്വപ്നങ്ങൾ കാണുന്നു, നമ്മൾ എവിടെയോ എന്തൊക്കെയോ കാണുന്നു, പക്ഷേ അവിടുത്തെ കണ്ണ് ചിമ്മിയാലും കൽബ് ഉറങ്ങൂല. എന്ത് ശബ്ദം കേട്ടാലും നമ്മൾ അറിയുന്നുണ്ടോ? പക്ഷേ മുത്തുനബി കണ്ണ് ചിമ്മിയാലും കൽബ് ഉറങ്ങൂല, ഒന്നും വിട്ടുപോകുന്നില്ല, അവിടുന്ന് അറിയാതെ പോകുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ പ്രത്യേകത, വലാ യുറാ അസറു ബൗലിൻ മിൻഹു ഫി അലനി. ഒരു മനുഷ്യന് എപ്പോഴും വേണ്ടതാണ് മലമൂത്ര വിസർജനം. അവിടുന്ന് മലമൂത്ര വിസർജനം നടത്തിയാൽ അത് ഭൂമിയിൽ കാണപ്പെടുകയില്ല, അതിൻ്റെ അടയാളം. അത് നമ്മൾ ഫ്ലാഷ് അടിച്ച് കളയേണ്ടി വരും. മുത്തുനബിയുടെ ഭൂമി തന്നെ അത് സ്വയം വിഴുങ്ങും, അത് മറപ്പിച്ച് കളയും, അത് വെളിപ്പെടുത്തൂല, ഭൂമി വെളിപ്പെടുത്തൂല. വലാ യുറാ അസറു ബൗലിൻ മിൻഹു ഫി അലനി. അതാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത്, അവർക്കുള്ള കാഷ്ടം താഹിറാണ്, മൂത്രവും എല്ലാം അവിടുന്ന് ശരീരത്തിൽ നിന്നെല്ലാം തഹാറത്ത്, ശുദ്ധി, നജസ് എന്ന് പറഞ്ഞ്, മ്ലേച്ഛം എന്ന് പറഞ്ഞ് ഒന്നുമേ ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമ്പതാമത്തെ പ്രത്യേകത, ഖതിഫാഹു ഖദ് അലതാ ഖൗമൻ ഇദാ ജലസു. ഏത് മജ്ലിസിലും അവിടുത്തെ തിരിച്ചറിയും. ആ നിലക്കുള്ള ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട ഹൈബത്തും വഖാറത്തും ജലാലിയത്തും നൂറാനിയത്തും എത്ര വലിയ ലക്ഷക്കണക്കിന് സഹാബികളുടെ കൂട്ടത്തിലും അവിടുത്തെ തിരിച്ചറിയും. അതാണ് ഒമ്പതാമത്തെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. പത്താമത്തെ പ്രത്യേകത, ഇൻദൽ വിലാദത്തി. ആമിന ബീവി പ്രസവിക്കുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് എങ്ങനെയാണ് ഉദയം ചെയ്തത്? യാദാ ബിമുഖ്തതനി. നമ്മളൊക്കെ 3-ാം ദിവസമോ 7-ാം ദിവസമോ സുന്നത്ത് കർമ്മം ചെയ്യും. അവിടുന്ന് ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉദയം ചെയ്യുമ്പോൾ തന്നെ ചേലാകർമ്മം, സുന്നത്ത് കർമ്മം ചെയ്യപ്പെട്ടവരായി
ഭൂമിയിൽ ഉദയം ചെയ്ത നേതാവ്, സുർമയിടപ്പെട്ടവരായി, പൊക്കിൽ കൊടി മുറിക്കപ്പെട്ടവരായി ഇങ്ങനെ ഭൂമിയിൽ ഉദയം ചെയ്ത നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 10 പ്രത്യേകതകൾ നാം നമ്മുടെ ഭാര്യമാരും മക്കളെല്ലാവരും പഠിച്ച് ഈ നല്ല ഫലം ചെയ്യുന്ന ഈ ബൈത്ത് ബൈഹാർട്ടാക്കി എഴുതിയ കടലാസ് സൂക്ഷിച്ചാൽ ഹാദിഹിൽ ഖസായിസു ഫഹ്ഫദ്ഹാ, ഈ പ്രത്യേകതകളുള്ള ഈ ബൈത്തുകൾ നീ മനഃപ്പാടമാക്കിക്കോ, നീ സൂക്ഷിച്ചോ. തക്കുൻ ആമിന, നീ പേടിക്കണ്ട. മിൻ ശർരി നാരിൻ, എല്ലാ തീപിടുത്തത്തിൽ നിന്നും, വസുറാഖിൻ, എല്ലാ കൊള്ളക്കാരുടെ കള്ളന്മാരുടെ ശല്യത്തിൽ നിന്നും, വമിൻ മിഹനി, അല്ലാഹുവേ അവിടുത്തോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്.